ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഓവുലേഷൻ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്, അവർക്ക് കറക്റ്റായിട്ട് ഓവുലേഷൻ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും സാധാരണയായിട്ട് പീരീഡ്സ് ഉള്ളവർക്കും കണ്ടുപിടിക്കാം ഓവുലേഷൻ. ഇത് ഞാൻ പ്രത്യേകം ഇറഗുലർ പീരീഡ്സ് എടുത്ത് പറയാൻ കാരണം അവർക്കാണ് കുറച്ചൊരു ഈ ഒരു ഓവുലേഷൻ കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഓവുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ BBT മെത്തേഡാണ്, ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഓവുലേഷൻ നടക്കുന്നതിന് മുന്നും ഓവുലേഷൻ കഴിഞ്ഞിട്ടും നമുക്ക് ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും. അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. സാധാരണ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ ഒരു 28 ഡേ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് 14 ദിവസം ആദ്യത്തെ ഒരു പോർഷനും 14 ദിവസം അവസാനത്തെ ഒരു പോർഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഓവുലേഷൻ നടക്കുക ഒരു 14ാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ 13, 14, 15 ആ ഒരു ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കാം. അപ്പോൾ ഓവുലേഷന് മുന്നായിട്ട് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറിൽ നമുക്ക് നമ്മുടെ കുറച്ചൊരു നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കണം. ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കിയാൽ നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ ഉണ്ടാവുന്ന നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ. നമ്മളത് എഴുന്നേറ്റ് കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മാറാം. നമുക്ക് അത് ചിലപ്പോൾ ഒരു ചൂടുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ മാറും, തണുപ്പുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചിലപ്പോൾ മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എപ്പോഴാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചറാണ് നമ്മൾ ഡെയിലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഓവുലേഷൻ അറിയാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓവുലേഷൻ അറിയാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ആദ്യത്തെ ഇപ്പം നമ്മൾ എന്ന് തൊട്ടാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്, ആകെ കൂടി നമുക്കൊരു ടെമ്പറേച്ചർ നോക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്, തെർമോമീറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ഒരു തെർമോമീറ്റർ വാങ്ങിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കാൻ തന്നെ ആയിട്ടുള്ളൊരു തെർമോമീറ്റർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമുക്ക് ഈ ഒരു തെർമോമീറ്റർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും തെർമോമീറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു തെർമോമീറ്റർ വാങ്ങിച്ചു വയ്ക്കുക. നിങ്ങളുടെ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട്, പീരീഡ്സിൻ്റെ ദിവസം നമുക്ക് ടെമ്പറേച്ചർ എടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓവുലേഷനും ആ ഒരു ടൈമിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് 5 ദിവസമാണെങ്കിൽ ആ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ 5th ഡേ അല്ലെങ്കിൽ ഒരു 7 ഡേ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 7th ഡേ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7th ഡേ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുക. 7th ഡേ തൊട്ട് നമ്മുടെ സൈക്കിൾ നെക്സ്റ്റ് പീരീഡ് ആവുന്ന വരെ, ഇപ്പോൾ ഒരു മാസം, ഒരു 2 മാസം, 3 മാസം എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു 7th ഡേ തൊട്ട് നമുക്ക് ഒരു 30th ഡേ വരെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 14th ഡേ ആണ് നമുക്ക് ഒരു 14-15 ഡേയ്സ് ആണ് നമുക്ക് മാക്സിമം ഒരു ഓവുലേഷൻ നടക്കുന്നൊരു സമയം. അപ്പോൾ ആ ഒരു ഓവുലേഷൻ അനുബന്ധിച്ച് ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 1/2 ഡിഗ്രിയോളം കൂടും. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 1/2 ഡിഗ്രിയോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 ഡിഗ്രിയോ അങ്ങനെയൊക്കെയാണ് കൂടാനുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ബോഡി ടെമ്പറേച്ചർ നോക്കുമ്പോൾ നിങ്ങൾ ഒരു 6 മണിക്കൂറോളം ഉറങ്ങിയിരിക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എണീറ്റ് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ എണീറ്റ് ഉടനെ തന്നെ നിങ്ങൾ തെർമോമീറ്റർ അടുത്ത് വയ്ക്കുക. ഉടനെ തന്നെ നിങ്ങൾ നോക്കുക, ആ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ നോട്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് മന്താണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടും ആ ഒരു 7th ഡേ തൊട്ട് നമുക്ക് നെക്സ്റ്റ് പീരീഡ് ആവുന്ന വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിലുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം തൊട്ട് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഓവുലേഷൻ എന്നാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു വളരെ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ആകെ കൂടി ആവശ്യമുള്ളത് ഒരു തെർമോമീറ്റർ ആണ്. പിന്നെ നമ്മൾ ഡെയിലി മറക്കാതെ ഈ ഒരു ടെമ്പറേച്ചർ നോട്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് റെസ്റ്റിംഗ് ടൈമിലുള്ള ഒരു ബോഡി ടെമ്പറേച്ചറിനെയാണ് നമുക്ക് ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയാം.
അപ്പോൾ ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ നമുക്ക് നമ്മൾ ഒന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബേസൽ ബോഡി ടെമ്പറേച്ചർ മാറും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ചെയ്യാൻ പറയുന്നത്. ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ കുറേ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാം. പ്രത്യേകിച്ചും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ മാറും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ മാറും. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും ഇവിടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറയാനുള്ള കാരണം. നമ്മൾ ഓവുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ട്. ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണമാണ് നമ്മുടെ ടെമ്പറേച്ചർ ചെറിയ രീതിയിൽ ഒരു ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണമാണ് നമുക്ക് ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ റേസ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറിൽ കുറച്ചൊരു ഇൻക്രീസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമുക്ക് ഡിക്രീസ് ആവും, കുറയും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കുറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് നമുക്ക് പീരീഡ് ആവാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നോട്ട് ചെയ്യണം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഏർലി മോർണിംഗ് നമ്മൾ ഉടൻ തന്നെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ഏതൊരു സമയത്തായാലും നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ എടുക്കലാണ്. അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല. പിന്നെ ഏതൊരു സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്, അപ്പോൾ ആ ഒരു ടൈമും കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സാധാരണ ഒരു 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഡെയിലി ആ ഒരു ടൈമിൽ വേണം നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എടുക്കാൻ. അപ്പോൾ ആ ഒരു ടൈമും കൂടി നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പം നമ്മൾ കിടക്കുന്ന രീതി നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അതൊരു പോയിന്റ്. ഒരു ലോങ് ആയിട്ട് കുറച്ച് നേരം ഉറങ്ങിയിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ടൈം കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഏതൊരു സമയത്താണോ ടെമ്പറേച്ചർ നോക്കുന്നത് നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ടെമ്പറേച്ചർ നോക്കണം. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കണം. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നോട്ടീസ് ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കണം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ബാത്റൂമിലോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ നോട്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ടും ഈ ഒരു ടെമ്പറേച്ചർ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു ലക്ഷണങ്ങളാണ് ഈ ഒരു ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട്. ഇപ്പം നിങ്ങളുടെ പീരീഡ്സ് മിസ്സായിട്ടും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക പ്രഗ്നൻസിക്ക് സാധ്യത ഉണ്ടെന്നാണ് അറിയാം. അപ്പോൾ ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. നമുക്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കാം, ഓവുലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓവുലേഷൻ ഡേയ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്ന ഒരു 2 ദിവസം മുന്നേ നിങ്ങൾക്ക് ഓവുലേഷൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുക. എന്നാലും നമുക്ക് ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആയാലും നിങ്ങൾ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു ടെമ്പറേച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് വന്നിട്ട് ലൈറ്റായിട്ടും എന്താ പറയുക ഒരു തിന്നായിട്ട് ഒരു സ്ലിപ്പറി പോലെ ഉള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് നമുക്ക് എന്താ പറയുക കുറച്ചൊരു ഡിഫിക്കൽട്ടി വരാനുള്ള നമുക്ക് ഇടയിൽ ചെറിയൊരു പനി വരിക അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുക അങ്ങനെയുള്ള ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് ചില രീതിയിൽ നമുക്ക് ഈ ഒരു ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു പ്രശ്നമാണ് ഉള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വജൈനൽ ഡിസ്ചാർജിലും കുറച്ചൊന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും കറക്റ്റായിട്ട് ഓവുലേഷൻ കണ്ടുപിടിക്കാനും പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്